വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡെസ്കും അതിൻ്റെ അവിടുത്തെ വോളും ഇല്ലേ, അത് ചെറിയ രീതിയിൽ ഒരു മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു വോള് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് വാൾ പോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അതിന് ശേഷം നമ്മൾ 2025 വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്ക്രൂ ഒക്കെ ഉള്ളതായ കാരണം നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഫ്രെയിം വെക്കണോ അതോ വെക്കാണ്ടിരിക്കണോ എന്നാണ്. അവസാനം ഫ്രെയിമോട് കൂടി തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുകയാണ് എവിടെ വെക്കണം എന്ന് കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ബോർഡർ സെറ്റ് ചെയ്താലല്ലേ അതിനൊരു വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മണി പ്ലാന്റിൻ്റെ മൈൻ പോലത്തെ സംഭവം ഞാൻ സെറ്റ് ചെയ്തു. അത് സെല്ലോ ടൈപ്പ് കൊണ്ടാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ വെച്ചു. അതിന് ശേഷം ഇതും ആദ്യം എൻ്റെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ തൂക്കിയിടണോ, ഈ സൈഡ് വെക്കണോ അതോ അപ്പുറത്തെ സൈഡ് വെക്കണോ എന്നുള്ള ഡൗട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു നമ്മളുടെ വിഷൻ ബോർഡ് മേലെ ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാതും ബാക്കിയുള്ളതിലേക്ക് കടക്കാമെന്നുള്ളത്. അപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചു. പക്ഷെ അത് അത്രയും നിന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിലത്തേക്കൊക്കെ വീണു. അപ്പോൾ ഞാനിപ്പോൾ വേറെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പറയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ലുക്ക്. പിന്നെ ഇത് അമ്മ വേസ്റ്റിലിട്ടിരുന്നൊരു കവറാണ്. ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് വന്ന് അമ്മോട് ചോദിച്ചിട്ട്, എന്നിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മുറിച്ച് ആ ഒരു ഷേപ്പിലേക്ക് സെറ്റാക്കണം. ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ സ്റ്റിക്കി ടാക്ക് എന്ന് പറയുന്ന സംഭവം. തുറന്നു നോക്കുമ്പോൾ ഇതെന്താണ്, നമ്മളെ ബബിൾഗം പോലത്തെ ഒരു ഇതായിട്ട് ഇരിക്കും. പക്ഷേ നല്ല പോലെ ഒട്ടിയിരിക്കും കേട്ടോ. നമ്മൾ പിന്നീട് അത് പറിച്ചെടുക്കുമ്പോൾ വോളൊന്നും വൃത്തികേടാവാണ്ട് നല്ല ഭംഗിയിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് 4 സൈഡിലും ഞാൻ വെച്ച് അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പണ്ടേ വരച്ച് ഈ സ്റ്റിക്കി ടാക്ക് കൊണ്ട് അപ്പുറത്തെ വോൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന പെയിൻറ്റിംഗ് ആണ് ഞാൻ വരച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു CD ഞാൻ ഡ്രോ ചെയ്തതുണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഫസ്റ്റ് വരുന്ന ഒരു ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എല്ലാതും സ്ക്വയർ ആയിട്ടുള്ള പീസസ് വേണ്ട, എന്താണ് ഡിഫറെൻറ്റ് ഷേപ്പായിട്ടുള്ളത് വോളിലുണ്ടാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ബാക്കിൽ ഇതുപോലെ തന്നെ സ്റ്റിക്കി ടാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ചെയ്യേണ്ടേ വിചാരിച്ചു. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് എല്ലാതും കൂടി സെറ്റ് ആവുമല്ലോ. വാൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇടയിലൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ആ സ്റ്റിക്കേഴ്സാണ് ഞാൻ അവിടെ ഒട്ടിക്കുന്നത്. ഇത് പിന്നെ ഞാൻ വെറുതെ അവിടെ ഒരു കലണ്ടർ പോലെ, അതായത് മന്ത്ലി കലണ്ടർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉണ്ടാകുന്ന ജേർണൽ പേപ്പറിൽ ഞാൻ 31 ഡേറ്റ്സിനും വേണ്ടിയിട്ട് ചെയ്ത് എല്ലാ സൺഡേ മൺഡേ ഡേറ്റൊക്കെ എഴുതിയിട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നോട്ട് ചെയ്യണമെങ്കിലൊക്കെ നോട്ട് ചെയ്യാം, നമ്മൾ മുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു പോളറോയിഡ് ആയിട്ടുള്ള ഫോട്ടോയാണ്. അതും നമ്മുടെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കട്ടെ, ക്യൂട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് മെയിൻ പരിപാടി നമ്മളുടെ മേശ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അവിടെ ഉണ്ടായിരുന്ന എല്ലാതും മാറ്റിയിട്ട് ഞാൻ ഉണ്ണിയുടെ വെറ്റ് വൈപ്പ് കൊണ്ട് അതെല്ലാം തുടച്ച് വൃത്തി ചെയ്തു. നെക്സ്റ്റ് എൻ്റെ ഈ ബുക്കുകളൊക്കെ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ജനലിൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കോർണറിലാവുമ്പോൾ എല്ലാതും ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കാണുമ്പോഴും എനിക്കിങ്ങനെ ബുക്കുകൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ മേലേക്ക് ഞാനുണ്ടല്ലോ ഉണ്ണിയുടെ ഒരു കളിപ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കാവുന്നില്ല, അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ നെക്സ്റ്റ് ഈ ഒരു എന്താണ് ഇതിനെ പറയുന്നത്, ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്മേൽ എന്തെങ്കിലും വെക്കണമല്ലോ. ആദ്യം പോളറോയിഡ് വെക്കാമെന്നാണ് വിചാരിച്ചത്. പോളറോയിഡ് നമ്മൾ ഓൾറെഡി വാളിൽ സെറ്റ് ചെയ്ത കാരണം അതിൽ ഞാൻ എന്തെങ്കിലും ക്യാൻവാസ് പോലൊരു സംഭവമാക്കി അതിലൊരു കോട്ട് എഴുതി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റിക്കേഴ്സ് നമ്മൾ കുറേ വാങ്ങിയതിൽ ഇതിലൊരു സ്റ്റിക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവസാനമായിട്ട് ടേബിളിൽ നിന്ന് ഓൾറെഡി മാറ്റി വെച്ച സാധനങ്ങൾ വീണ്ടും അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാണ് കേട്ടോ. എൻ്റെ ആ ക്ലോക്കിൽ അത് വർക്കാവില്ല, അത് ഭംഗിക്ക് വേണ്ടി ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. അയ്യോ, ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, വള്ളി വേണോ വള്ളി വേണ്ടോ എന്നുള്ളത്. പിന്നെ അവസാനം വള്ളി ഇല്ലാതെ ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ ഡബിൾ സൈഡ് ടൈപ്പ് കൊണ്ടാണ് വെച്ചത്. അത് അത്ര ഉറപ്പിൽ നിൽക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. സോ ദാറ്റ്സ് ഇറ്റ് എവ്രി വൺ. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഒരു ചെറിയ സ്പേസ് നമ്മളുടെ റൂമിൽ സെറ്റ് ചെയ്യുമെന്നേ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.